മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. പുരസ്കാരം നേടിയിരിക്കുന്നത് ഇരട്ട. നിർമ്മാതാക്കളായ ജോജു ജോർജിനെയും മാർട്ടിൻ പ്രക്കാട്ടിനെയും സിജോ വടക്കനെയും അതുപോലെ സംവിധായകനായ രോഹിത് എം ജി കൃഷ്ണനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിർമ്മാതാക്കൾക്കായുള്ള 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതവും ഏറ്റുവാങ്ങാൻ സംവിധായകന് 1.5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ. നിർമ്മാതാക്കൾ ജോജു ജോർജ്, മാർട്ടിൻ പ്രക്കാട്ട്, സിജോ വടക്കൻ. ദുരിതപൂർണമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കൈയൊതുക്കത്തോടെയും ഘടനാപരമായ ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചതിന് 2023 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാര സമർപ്പണമാണ് നേടിയിരിക്കുന്നത്. കാതൽ ദ കോഡ്. നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ജോർജിനെ ക്ഷണിക്കുന്നു. സംവിധായകൻ ജിയോ ബേബി 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ജിയോ ബേബിയെയും ക്ഷണിക്കുന്നു. മികച്ച ചിത്രം കാതൽ ദി കോഡ്. സംവിധായകൻ ജിയോ ബേബി. നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി. പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായും ധ്വനിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന മികച്ച സംവിധായകനുള്ള പുരസ്കാര സമർപ്പണമാണിനി. ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി ബ്ലെസ്സി ഐ തോമസ് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ബ്ലെസ്സിയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച സംവിധായകൻ ബ്ലെസ്സി ഐ തോമസ്. ചിത്രം ആടുജീവിതം. പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന് ഒരു പ്രത്യേക ജൂറി അവാർഡാണ് ഇനി ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഗഗനചാരി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ, അതുപോലെ സംവിധായകൻ അരുൺ ചന്തു എന്നിവരെ 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം ഗഗനചാരി. നിർമ്മാതാവ് അജിത് കുമാർ സുധാകർ, സംവിധായകൻ അരുൺ ചന്തു. പരീക്ഷണോന്മുഖമായ സമീപനത്തിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിന് 54ാമത് കേരള സംസ്ഥാന അവാർഡിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. ഈ അവാർഡ് 2 പേർ പങ്കിട്ടിരിക്കുന്നു. ആദ്യ ജേതാവ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഉർവശിയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച നടി ഉർവശി. ചിത്രം ഉള്ളൊഴുക്ക്. മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഒരു ജേതാവ് കൂടിയുണ്ട്. തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രൻ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ബീനയെ സാദരം ക്ഷണിക്കുന്നു. മികച്ച നടി ബീന ആർ ചന്ദ്രൻ. ചിത്രം തടവ്. ദാരിദ്ര്യത്തിലൂടെയും രോഗപീഠയിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചതിന് ഈ സായനത്തിലെ അവസാന പുരസ്കാരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആടുജീവിതത്തിന് പൃഥ്വിരാജ് സുകുമാരൻ. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.